നിർത്തിയേക്കണ ഇവിടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ടുള്ള സീവർ ലൈൻ ഇപ്പൊ എല്ലാരും ഒന്ന് സ്ലോ ആക്കിയതുണ്ട്. അതെ ഇവര് ക്രോസ് ചെയ്ത് നിൽക്കണ ഈ സീബ്ര ലൈൻ ഇവിടെയാണ് തട്ടിയത്. ആ ലാസ്റ്റ് സീബ്ര ലൈൻ എത്തുന്നതിന് മുമ്പേ എന്നെ ഇല്ല. അവൻ വീണത് ഇവിടെ തരുമോ? ഇവിടെ അവൻ ഇവിടെ വീണത് ഇല്ല ഗൈസ്. എനിക്ക് അങ്ങനെ ഇതുവരെ അവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ഒരാഴ്ച ആകുകയാണ്. അപ്പം ഞാൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുകയാണ് ഹോസ്പിറ്റലിൽ. ആക്സിഡൻറ്റിൽ എൻ്റെ കാലിനായിരുന്നു പരിക്കേറ്റത്. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തപ്പോഴേക്കും വണ്ടി വന്ന് ഇടിച്ചതായിരുന്നു. ഇടിച്ച ആളെ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. രാവിലെ 10 മണിക്കായിരുന്നു നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തത്. കൂടെ എൻ്റെ അമ്മച്ചിയുണ്ട്, പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. വൈറ്റില വെൽകെയർ ഹോസ്പിറ്റലായിരുന്നു. നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം വീൽ ചെയറിലാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയത്. വെൽകെയർ ഒരു പ്രീമിയം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടറെ കാണാനുള്ള ഫീ ഒക്കെ ഭയങ്കര ഫെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ അഡ്മിറ്റ് ആയ ടൈമിലും ഇടയ്ക്കിടയ്ക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ ടോൺ കേൾക്കുമായിരുന്നു. ഒരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോഴേ പറഞ്ഞേ ഓരോ ഡെലിവറി കഴിയുമ്പോഴും അവരിടുന്ന മ്യൂസിക്കാണിതെന്നുള്ളത്. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. കാലിൽ കെട്ടി വെച്ചിരുന്ന ഡ്രസ്സിങ് ഒക്കെ അഴിച്ചു. ഇനി ഒരാഴ്ച അത് ഓപ്പൺ ആയിട്ട് ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാൻ വരാൻ പറഞ്ഞു. 7 സ്റ്റിച്ചാണ് ഗൈസ് എൻ്റെ കാലിലുള്ളത്. ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ ചായയും കുടിച്ചു. എനിക്കെൻ്റെ കാല് കണ്ടിട്ട് നല്ല സങ്കടം വരുന്നുണ്ട്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്.